തൂക്കാൻ നേരത്ത് വേണ്ട ഈ മാറ്റി അങ്ങോട്ടൊന്ന് ചുരുട്ടി വെക്കാനായിട്ടൊന്ന് കുനിഞ്ഞിട്ട് നൂർന്നതാ. ആ നടുവിന് ഭയങ്കര വേദന. ഞാൻ നടുവേദനയ്ക്ക് നല്ലൊരു എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഫ്ലോറിൽ ഫസ്റ്റ് ഇങ്ങനെ കിടക്കണം. ഈ കിടപ്പ് എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റോ 2 മിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം വരെ കിടക്കാം. കാരണം ബാക്ക് പെയിൻ ഉള്ളവർക്കും സയാറ്റിക്ക പെയിൻ ഉള്ളവർക്കും പറ്റിയ കിടിലൻ ഒരു എക്സസൈസ് ആണ്. ഈ വ്യായാമത്തിന്റെ പേരെന്ന് പറയുന്നത് മെക്കൻസി എക്സസൈസ്. ഞാൻ ഈ കിടക്കുന്ന പൊസിഷൻ കണ്ടില്ലേ, എൽബോ ഇങ്ങനെ മടക്കി കാലുകൾ നൂത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്ത് മേളിലോട്ട് നോക്കി വെറുതെ കിടക്കണം. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സയാറ്റിക്ക പെയിന് ബാക്ക് പെയിൻ ഉള്ളവർക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നടുവിന്റെ ഭാഗത്ത് മാത്രം ഈ ഒരു ഏരിയയിൽ മാത്രം നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടും. പെയിൻ എന്നല്ല, ഇങ്ങനെ ഒരു മസിൽ പിടുത്തം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആയെന്നാണ് അർത്ഥം. കാരണം നിങ്ങളുടെ ആ പെയിൻ ഒരു കാരണവശാലും നടുവിന്റെ താഴേക്ക് ഇറങ്ങി കാലിന്റെ പാദത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ ബാക്ക് പെയിനോ സയാറ്റിക്ക പെയിനോ അല്ല. അതിന് കൂടുതൽ നല്ലൊരു ട്രീറ്റ്മെന്റിന് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കിടക്കുമ്പോഴത്തേന് നമ്മുടെ ആ മസിൽ പിടുത്തം നടുവിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത് തോന്നിക്കഴിഞ്ഞ് ഏകദേശം കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേനും ആ പെയിൻ അങ്ങ് പോയതായിട്ട് തോന്നും. അന്നേരം നിങ്ങൾ വീണ്ടും ബാക്ക് ടു നോർമൽ പൊസിഷനിൽ പോയിട്ട് നിങ്ങളുടെ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കൈ വെച്ചിട്ട് പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ ഉയരാനായിട്ട് ട്രൈ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ആ പെയിൻ മുമ്പേ ഉണ്ടായ അതേ ഒരു മസിൽ പിടുത്തം വീണ്ടും ആ ഏരിയയിൽ ഇങ്ങനെ തോന്നുന്ന പോലെ തോന്നും. അപ്പൊ നിങ്ങൾ വീണ്ടും ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് വരിക, വീണ്ടും ഇത് ചെയ്യുക. അതായത് ഒരിക്കലും ഒരു സ്റ്റേഷനറി പൊസിഷൻ ഇങ്ങനെ തന്നെ നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ മൂവ് ചെയ്ത് ഒരു 10 എണ്ണമൊക്കെ കഴിയുമ്പോഴത്തേനും ആ പെയിൻ അങ്ങ് പതുക്കെ പോകുന്നതായിട്ടും അവിടുത്തെ ഒരു മസിൽ പിടുത്തം വളരെയധികം കുറയുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുന്ന അതേ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. 1 2 3 8 9 10 എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബാക്ക് ടു നിങ്ങൾ നോർമൽ പൊസിഷനിൽ പോവുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, തിരിഞ്ഞ് കിടക്കണം. ഇങ്ങനെ തിരിഞ്ഞ് കിടന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാല് ഇതേപോലെ എടുക്കുക, മടക്കുക, ഇങ്ങനെ മടക്കി പിടിക്കണം. മടക്കി പിടിച്ച് നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്യണം. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6 ആ ഉണ്ടായ മസിൽ പിടുത്തം അങ്ങ് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ബാക്കിന് നല്ല ഒരു റിലീഫ് കിട്ടുന്നതായിട്ടും തോന്നും. ഈ എക്സസൈസിന് പറഞ്ഞ പേരാണ് മെക്കൻസി എക്സസൈസ്.